എല്ലാവർക്കും നമസ്കാരം. മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡെയ്സുകി സക്കായ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തനായ ജാപ്പനീസ് സാമുറായി ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ? ഇത്തവണ ISL മുന്നോടിയെ ഒരു വർഷ കരാറിൽ ഏഷ്യൻ കോട്ടയിലായിരുന്നു ഡെയ്സുകി സക്കായ് എന്ന ജാപ്പനീസ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു താരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ എഡ്രിയാൻ ലൂണ പരിക്കേറ്റ് പുറത്തായപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു മധ്യനിരയിൽ കളി നിയന്ത്രിച്ച താരം തന്നെയായിരുന്നു സക്കായ്. FC ഗോവയ്ക്കെതിരെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മഴവില്ലടക്കി ചേർന്നൊരു ഗോള് നമ്മൾ ഇതുവരെയും ഒരിക്കലും മറക്കാതെ നെഞ്ചിൽ പതിഞ്ഞു പോയൊരു സംഭവം തന്നെയാണ്. സോ അങ്ങനെ ഒട്ടേറെ മധുര നിമിഷങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സമ്മാനിച്ച ഡെയ്സുകി സക്കായ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ പടികിറങ്ങുമോ? ഒരു വർഷ കരാറിലായിരുന്നു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ നിലവിൽ ഈ വർഷം കരാർ അവസാനിക്കാൻ പോകുന്ന താരത്തിൻ്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സീസൺ കഴിയുന്നതോടുകൂടി ഡെയ്സുകി സക്കായ് ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കാം. നിലവിൽ കരാർ പുതുക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരത്തിന് വേണ്ടി ISL നിന്ന് മറ്റു ക്ലബ്ബുകൾ വമ്പൻ ഓഫറുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുകയാണെങ്കിൽ പോലും ISL അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും. എന്നാൽ ഇതുവരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഡെയ്സുകി സക്കായുടെ കരാർ പുതുക്കാനുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. അതിനാൽ തന്നെ മറ്റു ടീമുകൾ വമ്പൻ ഓഫറുകളുമായി ഡെയ്സുകി സക്കായുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഡെയ്സുകി സക്കായ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ജാപ്പനീസ് മാന്ത്രികനെ റിലീസ് ചെയ്യുമോ? കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.